വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൂജപ്പുര ജയിലിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം. അഫാനെ മെഡിക്കൽ കോളേജിൽ ICUയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥിതി അതീവ ഗുരുതരം എന്നാണ് മനസ്സിലാകുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, എപ്പോഴായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം? ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ? ജീവൻ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു? ദിവിഷ സെൻട്രൽ ജയിലിലായിരുന്നു അഫാൻ ഉള്ളത്. അഫാനെ ഇന്ന് TV കാണിക്കുന്നതിനായി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ശുചിമുറിയിലേക്ക് കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അവിടെ ഉണങ്ങിയിട്ടിരുന്ന ഒരു മുണ്ടെടുത്ത് കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അകത്തുനിന്ന് ബഹളം കേട്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ജയിലധികൃതർ അവിടേക്ക് എത്തിയാണ് അഫാനെ ആ കെട്ടഴിച്ച് താഴേക്ക് ഇറക്കുന്നതും പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നില അല്പം പ്രശ്നമായിരുന്നു. ഇപ്പോഴെന്തായാലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തി പോരുന്നത് എന്നുള്ളതാണ് ആശുപത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചില പ്രശ്നങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ തലച്ചോറിലേക്കുള്ള ശ്വാസത്തിന്റെ പ്രവാഹം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. വെന്റിലേറ്റർ സഹായം നൽകാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കുറച്ചു സമയം കൂടി കാത്തിരുന്നാലേ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഫാനെ സംബന്ധിച്ച് അഫാൻ ഇതിനു മുൻപും ഒരു വട്ടം ആത്മഹത്യക്ക് ശ്രമം നടത്തിയതാണ്. പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി കൊണ്ടുവന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് രണ്ടാം ദിവസവും ഇതുപോലെ തന്നെ സമാനമായ ഒരു ആത്മഹത്യാ ശ്രമം അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നാലെ തുടർന്ന് ഇങ്ങനെ അഫാൻ ഈ വിഷയം തുടർച്ചയായി പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു. തെളിവെടുപ്പിൻ്റെ സമയത്തും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ച ശേഷവുമെല്ലാം അഫാന്റെ ഒരു നിലപാട് ഇത് തന്നെയായിരുന്നു. താൻ ജീവിച്ചിരിക്കാനില്ല എന്നുള്ളതാണ്. തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോഴെല്ലാം പോലീസുകാരോട് മൊഴിയെടുപ്പിൻ്റെ സമയത്തെല്ലാം അഫാൻ പറഞ്ഞിരുന്നത് താനും മരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ആ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് ഈ പറയുന്ന കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം എലിവിഷം കഴിച്ചു. പക്ഷേ അന്ന് മരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് തൻ്റെ ജീവൻ നഷ്ടമായില്ല. പക്ഷേ എങ്കിലും വിചാരണയ്ക്കോ അല്ല എങ്കിൽ മറ്റ് തുടർ നടപടികൾക്കോ കോടതിയിലെ നടപടികൾക്കോ താൻ ഉണ്ടാകില്ല എന്നൊരു കാര്യം അഫാൻ തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അഫാന് കൃത്യമായുള്ള സുരക്ഷയും ജയിലിലും ഒരുക്കിയിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു ചെറിയ വീഴ്ച പോലീസുകാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതിനിടയിലാണ് അഫാൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിലവിൽ എന്തായാലും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നുണ്ട്. ജയിൽ അധികൃതരും അഫാനൊപ്പം ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ അഫാന്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചു എന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നും അറിയുന്നുണ്ട്. അപ്പോൾ അതൊരു കണക്കിലെടുത്ത് കൂടുതലൊരു ശ്രദ്ധ അഫാന്റെ കാര്യത്തിൽ വേണ്ടിയിരുന്നതല്ലേ ഇതിന്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാകുന്നിടം വരെ? സാധാരണ ഏതെങ്കിലും ഈ രാഷ്ട്രീയ തടവുകാരെയൊക്കെ പാർപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിലെ റിമാൻഡിൽ ഉള്ള പ്രതിയെ കിടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വിചാരണ തടവുകാരെയൊക്കെ പാർപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നില്ല അഫാൻ സുരക്ഷ ഒരുക്കുന്നത്. കാരണം അഫാൻ 5 കൊലപാതക കേസുകളിലെ പ്രതിയാണ് എന്ന് മാത്രമല്ല അഫാൻ ഇതിനു മുൻപ് ഒരു വട്ടം ഈ ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തതാണ്. തുടർച്ചയായി പോലീസുകാരോട് അതോടൊപ്പം തന്നെ ജയിലധികൃതരോടൊക്കെ തനിക്ക് ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നൊരു കാര്യം ആവർത്തിച്ച് പറയുന്ന ഒരു കുറ്റവാളിയാണ്. അതിനാൽ തന്നെ അഫാൻ ആത്മഹത്യ ചെയ്തേക്കാം എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെയുള്ള സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നതാണ്. ഇവർക്ക് TV കാണാനൊരു അവസരം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരുക്കി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ജയിലിലെ ആളുകൾക്ക് അഫാനെ TV കാണിക്കുന്നതിനായി മുറിയിലേക്ക് കൊണ്ടുവന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായൊരു നീക്കം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അവിടെ നിന്നും ശുചിമുറിയിലേക്ക് വേഗത്തിൽ കയറി ഈ പോലീസ് അവിടെ ഉണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ്റെ കണ്ണൊന്ന് തെറ്റിയ സമയത്ത് ഈ ശുചിമുറിയിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിക്കിടന്ന മുണ്ടായിരുന്നു. ആ മുണ്ടെടുത്ത് അവിടേക്ക് കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ ഇവർ മുറി തുറന്ന ഈ ഉദ്യോഗസ്ഥരെത്തി അകത്തേക്ക് കയറുമ്പോഴേക്കും അഫാന്റെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇത്രയും അധികം ദൂരമുണ്ട്. എന്തായാലും ആശുപത്രിയിലേക്ക് ഇപ്പോൾ വീണ്ടും സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഒരു ആംബുലൻസ് ആണ് ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. ഒരു ആംബുലൻസ് കൂടി എത്തുന്നുണ്ട്. അതിൽ പോലീസ് ഈ ജയിലിലെ ഉദ്യോഗസ്ഥരാണ് എന്ന് തോന്നുന്നു, അവരാണുള്ളത്. അതോ ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും നിലവിൽ എന്തായാലും പരിശോധനയില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ എത്താനായിരിക്കും ഒരുപക്ഷെ ആ വാഹനം ഇവിടേക്ക് എത്തിയത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ കഴിയുന്ന ചികിത്സകളെല്ലാം നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യനിലയുടെ കാര്യത്തിലും അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത, ഒരു മണിക്കൂറിനകം തന്നെ എന്താണ് ആരോഗ്യനില എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ആശുപത്രി അധികൃതർ നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.
ഞാനിവിടെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ പൂജപ്പുര ജയിലിലാണ് ഇങ്ങനെ തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം അഫാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. TV കാണിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ ശുചിമുറിയിലാണ് പോലീസുകാർ ഒന്ന് മാറിയ അതേ സമയത്ത് അഫാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അഫാൻ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.